ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശന്റെ സ്വഭാവത്തിൽ ഇപ്പോൾ ഉണ്ടായേക്കുന്ന മാറ്റം അത് അനന്തപുരിയിലുള്ള എല്ലാവർക്കും വിഷമാവുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ആദർശനെ സ്നേഹിക്കുന്നവർക്കാണ് അത് ഒരുപാട് വിഷമാക്കിയിട്ടുള്ളത്. മുത്തശ്ശിയോടും ദേവയാനിയോടും നയനയോടും അതുപോലെ ജയനോടും അജുവനോടും എല്ലാം ഇതേപ്പറ്റി ചോദ്യം ചെയ്യുമ്പോഴേക്കും മുത്തശ്ശൻ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ബിസിനസ്സിൽ വൻ ഇടിവ് സംഭവിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശന്റെ സമനില തെറ്റിയെന്നൊരു സംശയമുണ്ടെന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. അങ്ങനെ പുറത്തു നിന്ന് വന്ന ശത്രുക്കളെക്കാൾ കൂടുതൽ അപകടകാരികൾ ഉള്ളിൽ തന്നെയുള്ള ചതിയന്മാരാണെന്ന് ആദർശും നന്ദുവൊക്കെ ഒടുവിൽ കണ്ടെത്തുകയാണ്. അനന്തപുരി തറവാടിന്റെ അഭിമാനം കാക്കാൻ ആദർശും നന്ദുവും അതുപോലെ കല്യാണിയും കിരണും നയനയും എല്ലാവരും ഒന്നിച്ച് കഠിന പരിശ്രമത്തിലാണ്. വിട്ടുവീഴ്ചകൾ ഒന്നുമില്ലാതെ തന്നെ അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഈ അന്വേഷണത്തിന് പിന്നാലെയാണ്. അനന്തപുരി തറവാടിന്റെ പടിയിറങ്ങി ആദർശ് ഗസ്റ്റ് ഹൗസിലേക്ക് മാറിയത് വെറും ഒരു പിണക്കത്തിന്റെ പേരിൽ മാത്രമല്ലായിരുന്നു, അതൊരു വലിയ അന്വേഷണത്തിന്റെ തുടക്കം കൂടിയായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ ചെന്ന് ഉടനെ തന്നെ ആദർശ് പണികളൊക്കെ തുടങ്ങിയിരുന്നു. ആദ്യം തന്നെ നന്ദുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അനന്തപുരി തറവാട്ടിൽ നിന്ന് പടിയിറങ്ങി ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറിയതും അതുപോലെ തന്നെ തന്റെ മനസ്സിലുള്ള ലക്ഷ്യങ്ങളുമെല്ലാം നന്ദുവിനോടും അതുപോലെ തന്നെ കിരണിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് ആദർശ്. നന്ദുവിനെ വിളിച്ചിട്ട് ആദർശ് പറയുന്നുണ്ട്, നന്ദു, ഗ്രീന എന്ന പെൺകുട്ടിയാണ് അന്ന് എന്നെ ചതിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. അത് മാത്രമല്ല, അവരുടെ മുംബൈ ബ്രാഞ്ചിൽ വിളിച്ചിട്ട് ഗ്രീന എന്ന പെൺകുട്ടിയുടെ CCTV ദൃശ്യങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് കളക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അയക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ മുംബൈ ബ്രാഞ്ചിലുള്ള ആദർശിന്റെ വിശ്വസ്തനായ ഒരു അസിസ്റ്റന്റ് തന്നെ മുംബൈയിലെ ആ ഹോട്ടലിൽ ചെന്നിട്ട് ആദർശനെ അവിടെ സ്വീകരിച്ച ആ ഒരു പെൺകുട്ടിയുടെ CCTV ദൃശ്യങ്ങളും എല്ലാം തന്നെ കണ്ടെടുക്കുന്നുണ്ട്. അന്ന് ഞങ്ങളുടെ സാറിനെ ചതിച്ചത് ഗ്രീന എന്ന പെൺകുട്ടിയാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അവളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, അവൾ ആർക്കു വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെ ചെയ്തത്, എല്ലാം ഞങ്ങൾക്ക് കൃത്യമായി അറിയണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫുകളൊന്നും തന്നെ ഇവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർ പറയുന്നുണ്ട്, ക്ഷമിക്കണം സർ, ഞങ്ങളുടെ ഹോട്ടലിൽ താമസിക്കാൻ വരുന്നവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത് സ്വകാര്യമായിട്ട് സൂക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ MD പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ഒന്നും തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല എന്നും അവർ പറയുകയാണ്. പോലീസിന്റെ അനുവാദമില്ലാതെ ഇവിടെ താമസിക്കാൻ വരുന്ന ഒരാളുടെയും ഡീറ്റെയിൽസോ കാര്യങ്ങളോ CCTV ദൃശ്യങ്ങളോ ഒന്നും തന്നെ തരാൻ ഞങ്ങൾക്ക് നിർവാഹമില്ലെന്ന് അവർ തുറന്നു പറയുന്നുണ്ട്. ഹോട്ടൽ അധികാരികളുടെ ഈ കർക്കശമായ മറുപടിക്ക് മുന്നിൽ ഇനി എങ്ങനെ അത് കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യചിഹ്നം അവർക്ക് മുമ്പിൽ ഉയർന്നു വന്നു. എന്നാൽ ആദർശ് ഒട്ടും തന്നെ പരിഭ്രാന്തനായില്ല. മുംബൈ ബ്രാഞ്ചിലെ ആദർശിന്റെ അസിസ്റ്റന്റ് ആദർശിനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. സാർ, ഞാൻ എന്നെ കൊണ്ട് പറ്റുമ്പോഴെല്ലാം അവരോട് സംസാരിച്ചു നോക്കി. ഹോട്ടലിലെ മാനേജേഴ്സിനെയും പോയി ഞാൻ കണ്ടു. പക്ഷേ അവരാരും നമ്മുടെ ആവശ്യം അംഗീകരിച്ച് തരുമെന്ന് തോന്നുന്നില്ല. പോലീസിന്റെ അനുവാദമില്ലാതെ തേർഡ് പാർട്ടിക്ക് ഡീറ്റെയിൽസ് ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. CCTV ദൃശ്യങ്ങൾ പോലും അവർ കൈമാറില്ലെന്നാണ് പറയുന്നത്. ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ അവർ ആദർശിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത്ര പെട്ടെന്ന് തന്നെ ഇതൊക്കെ കളക്ട് ചെയ്ത് മേടിക്കാൻ പറ്റുമെന്ന് ആദർശം വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദർശനും നന്നായിട്ട് തന്നെ അറിയായിരുന്നു ഇത് അത്ര എളുപ്പമല്ല എന്നുള്ളത്. പോലീസിന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ എങ്ങനെയെങ്കിലും CCTV ദൃശ്യങ്ങളും ഗ്രീന എന്ന പെൺകുട്ടിയുടെ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ആദർശ് ഒന്ന് ശ്രമിച്ചു നോക്കിയതായിരുന്നു. അത് നടക്കാതെ വന്നപ്പോഴേക്കും ആദർശ് ഉടനെ തന്നെ നന്ദുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. നന്ദുവിൽ നിന്ന് കിരണിലേക്കും കിരണിന്റെ ബിസിനസ് സാമ്രാജ്യത്തിലേക്കും ആ അന്വേഷണം ചെന്ന് നിന്നു. ഇപ്പോൾ മാർക്കറ്റിൽ ലീഡിങ്ങിൽ നിൽക്കുന്നത് കിരണിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെയാണ്. വലിയ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ വർക്കും ഇന്റീരിയൽ വർക്കും എല്ലാം ചെയ്യുന്നത് കിരണിന്റെ. അതുകൊണ്ട് തന്നെ AN ജ്വല്ലറിയുടെ പുതിയൊരു ബിൽഡിങ്ങിന്റെ എല്ലാ വർക്കുകളും ചെയ്യാൻ, ഇന്റീരിയർ വർക്കുകൾ ഉൾപ്പെടെ ചെയ്യാനുള്ള അവസരം കിരണിന് തന്നെ കിട്ടുകയാണ്. അങ്ങനെ കിരൺ മുഖേന തന്നെ AN ജ്വല്ലറിയുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ ആദർശിന് അതൊരു സഹായവുമാകുന്നുണ്ട്. ഇപ്പോൾ AN ജ്വല്ലറിയുടെ MD എന്ന സ്ഥാനത്തിരിക്കുന്നത് ഡേവിഡ് ആണല്ലോ. ഡേവിഡുമായിട്ടുള്ള ഒരു സൗഹൃദം അതുവഴി കിരൺ ഉണ്ടാക്കിയെടുക്കുകയാണ്. AN ജ്വല്ലറിയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാനും ഒക്കെയുള്ള ഒരു മാർഗം കൂടിയായിരുന്നു അത്. ആദർശമായിട്ടും അനന്തപുരിയായിട്ടും കിരണും കല്യാണിക്കുമുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒന്നും തന്നെ AN ജ്വല്ലറിയുടെ ഇപ്പോഴത്തെ MD ആയ ഡേവിഡ് അതൊന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. പതിയെ പതിയെ AN ജ്വല്ലറിയുമായി അടുത്ത് അവരുടെ ലക്ഷ്യം എന്താണ്, അവരുടെ പ്ലാൻ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയാണ് കിരണും കല്യാണിയും. ആദർശിന് അപ്പോൾ വിവരങ്ങൾ കൈമാറി കൊടുക്കുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ നന്ദു മുംബൈയിലുള്ള പോലീസുകാരുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് ആ ഹോട്ടലിൽ നിന്ന് CCTV ദൃശ്യങ്ങളൊക്കെ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ അധികം വൈകാതെ തന്നെ ആ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ആദർശന്റെ ലാപ്ടോപ്പിൽ എത്തുന്നുണ്ട്. ഗ്രീന എന്ന പെൺകുട്ടിയെ AN ജ്വല്ലറിയുടെ MD ആയ ഡേവിഡ് തന്നെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നതും തന്നെ ചതിക്കാനായിട്ട് മാത്രം അവളെ അവിടെ അന്ന് നിർത്തിയതാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നന്ദുവിനും ആദർശനും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. AN ജ്വല്ലറിയുടെ ദുബായ് ബ്രാഞ്ചിലുള്ള ഒരു സ്റ്റാഫാണ് ഗ്രീന എന്ന് അവർ മനസ്സിലാക്കുകയാണ്. കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ചതി തന്നെയായിരുന്നു ഇത്. സ്റ്റാലിൻ മാർട്ടിൻ കമ്പനിയിലെ ഒരു സ്റ്റാഫ് ആണെന്നും പറഞ്ഞാണല്ലോ അവൾ ആദർശിനെ പറ്റിച്ചതും.
ആ ഒരു യൂണിഫോം ഒക്കെ അണിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നതും ആദർശ് അവിടെ എത്തുമ്പോഴേക്കും തന്നെ ആദർശിനെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നതും എല്ലാം തന്നെ ആ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അതുപോലെ ഗ്രീന കൂടെ കൂടെ ആരോടോ ഫോണിൽ സംസാരിക്കുന്നതും ആദർശിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ആദർശ് എന്ന ഹോട്ടലിൽ സ്റ്റേ ചെയ്തിരുന്ന സമയത്ത് ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ജ്യൂസുമായിട്ട് റൂം ബോയ് വരുന്ന സമയത്ത് ഗ്രീന ആ റൂം ബോയെ തടയുകയും ഈ ജ്യൂസ് ഞാൻ തന്നെ സാറിന് കൊടുത്തോളാം എന്നും പറഞ്ഞ് ആ ജ്യൂസ് ട്രേ അവൾ മേടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആരും കാണാതെ അവളുടെ കൈപക്കൽ ഉണ്ടായിരുന്ന എന്തോ ഒരു പൊടി അതിലിട്ടിട്ടാണ് ആ ജ്യൂസുമായിട്ട് ആദർശിന്റെ റൂമിലേക്ക് എത്തുന്നത്. ഇതെല്ലാം തന്നെ ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ടായിരുന്നു. ആ ജ്യൂസ് ഗ്ലാസ്സിൽ അവൾ എന്തോ കലർത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഉറങ്ങിപ്പോയതും. മിക്കവാറും അത് മയക്കുമരുന്ന് തന്നെയായിരിക്കും. അന്ന് ആ മീറ്റിംഗിൽ പങ്കെടുക്കാതിരിക്കാനായിട്ട് എന്നെ ഉറക്കി കിടത്തിയത് തന്നെയാ. അത് തന്നെയായിരുന്നു അവരുടെ പ്ലാൻ എന്നൊക്കെ നമ്മുടെ ആദർശ് മനസ്സിലാക്കുന്നുണ്ട്. AM ജ്വല്ലറിയുടെ MD ആയ ഡേവിഡ് അന്ന് അവിടെ നടത്തിയ നാടകം അത് ആദർശിന്റെ ലൈഫ് തന്നെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിരുന്നു എന്ന് ആദർശിന് പകൽ പോലെ വ്യക്തമാവുന്നുണ്ട്. ശത്രുവിന്റെ മുഖം മനസ്സിൽ പതിഞ്ഞതോടുകൂടി ആദർശ് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. എന്നെയും എൻ്റെ കുടുംബത്തെയും മുത്തശ്ശനെയും മൂർത്തീസ് ജ്വല്ലറിയൊക്കെ ചതിച്ചാണ് നിങ്ങൾ ഈ ഒരു ഡീല് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ ചതിയിലൂടെയാണ് നിങ്ങൾ ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചിട്ടുള്ളത്. അതിനൊന്നും അധികം ആയുസില്ല എന്ന മട്ടിൽ തന്നെ ആദർശ് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട്. ആദർശ് തീരുമാനിച്ചുറപ്പിക്കാണ് കേട്ടോ. പുറത്തെ കോറിഡോറിൽ വെച്ചിട്ടുള്ള CCTVയിൽ ഗ്രീന മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ആ ജ്യൂസ് ഗ്ലാസ്സിൽ എന്തോ ഒരു പൊടി കലർത്തുന്നതും അതിൽ സ്പൂൺ വെച്ച് ഇളക്കുന്നതൊക്കെ വ്യക്തമായിട്ട് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദർശിനെ ബോധം കെടുത്താൻ അവൾ അതിൽ എന്തോ കലർത്തിയിട്ടുണ്ടെന്ന് നന്ദുവിന് ഉറപ്പായി. ഗ്രീനയുടെ ഫോട്ടോ കിട്ടിയതോടുകൂടി മുംബൈ പോലീസ് ഉഷാറായി. കിരണിന്റെ ഇൻഫ്ലുവൻസും ഊർജിതമായ ഇടപെടലും കൂടി ആയപ്പോഴേക്കും കേസ് നല്ല സ്പീഡിൽ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ എല്ലാവരുടെയും അന്വേഷണങ്ങൾക്കൊടുവിൽ ഒളിവിൽ പോയി ഗ്രീനയെ പിടികൂടുകയാണ്. പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുമ്പിൽ അവൾ വിറച്ചു പോവുകയാണ്. എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ഡേവിഡാണ്. ആദർശ് ആ മീറ്റിംഗിൽ പങ്കെടുക്കാതിരിക്കാൻ ജ്യൂസിൽ മരുന്ന് കലർത്താൻ അയാൾ എനിക്ക് പണം തന്നു. അതുകൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെ ചെയ്തത്. പണത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് അന്ന് അവർ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തതെന്നും ഗ്രീന അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ സത്യങ്ങളെല്ലാം തന്നെ അവളെ സമ്മതിക്കുന്നുണ്ട്. അവസാനം നന്ദു ഡേവിഡിനെയും പൊക്കുകയാണ്. ലോകകപ്പിലിട്ട് പെരുമാറേണ്ട രീതിക്കൊന്ന് പെരുമാറിയപ്പോഴേക്കും ഡേവിഡും സത്യങ്ങളൊക്കെ തത്ത പറയുന്ന പോലെ തന്നെ പറയാൻ തുടങ്ങി. ഞാൻ ഈ കമ്പനിയിലെ മാനേജർ മാത്രമാണ്. ഞാൻ ശരിക്കുള്ള MD അല്ല. തൽക്കാലം MD സ്ഥാനത്ത് ഞാൻ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഞാനല്ല. AM ജ്വല്ലറിയുടെ യഥാർത്ഥ MD നാഗേന്ദ്രനാണ്. ഡേവിഡിന്റെ വെളിപ്പെടുത്തലുകൾ കേൾക്കുമ്പോഴേക്കും നന്ദു ആകെ ഷോക്കായി പോകുന്നുണ്ട്. അവൾ അപ്പോൾ തന്നെ ആദർശിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. നാഗേന്ദ്രൻ എന്നുള്ള പേര് കേൾക്കുമ്പോഴേക്കും ആദർശം ആകെ ഞെട്ടിത്തെറിച്ചു പോകുന്നുണ്ട്. നാഗേന്ദ്രനോ? അയാളാണോ ഇതിന്റെയൊക്കെ പിന്നിൽ? അപ്പച്ചയുടെ ഭർത്താവാണ് നാഗേന്ദ്രൻ. തറവാട്ടിൽ നിന്ന് മുത്തശ്ശൻ പുറത്താക്കിയതിന്റെ പേരിൽ അയാൾ ഇത്രയും തരം താഴ്ന്ന ഒരു ചതി എന്നോട് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. തറവാടിനെ തകർക്കാൻ AM ജ്വല്ലറി എന്ന മറവുണ്ടാക്കി അയാൾ കരുനീക്കം നടത്തുകയായിരുന്നു അല്ലേ? ശരി, ഇപ്പൊ ശത്രു ആരാണെന്നുള്ളത് വ്യക്തമായല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം തന്നെ ആദർശ് നന്ദുവിനോട് പറയുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ നന്ദുവിന്റെ സഹായത്തോടെ ആദർശ് നാഗേന്ദ്രനെ കണ്ടുപിടിക്കുകയാണ്. അയാളുടെ മുഖത്ത് നോക്കി തന്നെ ആദർശ് ആക്രോശിച്ചു. ചതിയിലൂടെ മാത്രമേ ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലേ? എത്ര നീചമായ വഴിയിലൂടെയാണ് നിങ്ങൾ എന്നെ ചതിച്ചത്. അതൊരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തതായിരുന്നു. മുത്തശ്ശന് മുമ്പിൽ ഈ ചതിയുടെ കഥകൾ എനിക്ക് വെളിപ്പെടുത്തണം. ഈ ചതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് വെളിപ്പെടുത്തിയേ പറ്റുള്ളൂ. എന്റെ നിരപരാധിത്വം മുത്തശ്ശന് മുമ്പിൽ തെളിയിക്കേണ്ടത് എന്റെ ആവശ്യം കൂടിയാണ്. ഞങ്ങളുടെ തറവാട്ടിന് ഇപ്പോഴുണ്ടായ ഈ നഷ്ടവും ഈ മാനക്കേടും എല്ലാം പരിഹരിക്കപ്പെടണം. അതുകൊണ്ട് ഇനി തന്റെ വിളച്ചലൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ആദർശ് നാഗേന്ദ്രനും കൂട്ടി മുത്തശ്ശന്റെ മുമ്പിൽ എത്തുകയാണ്. കാലങ്ങളായി അവിടെ താമസിച്ച് കൂടെ നിന്ന് ചതിച്ച ആ ബന്ധുവിന്റെ കള്ളത്തരം പൊളിക്കാൻ തന്നെ ആദർശ് തീരുമാനിക്കുകയാണ്. തറവാടിന്റെ പുറത്ത് തന്നെ മുത്തശ്ശൻ ഗൗരവത്തോടിരിക്കുകയായിരുന്നു. ബിസിനസ് കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ മുത്തശ്ശൻ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ആദർശ് മുമ്പിൽ വെച്ച് തന്നെ ചതിച്ച ചതിയനെയും കൂട്ടിക്കൊണ്ട് വണ്ടിൽ നിന്ന് ഇറങ്ങി മുത്തശ്ശന് മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. മുത്തശ്ശ, ദേ നോക്ക്, നമ്മുടെ തറവാടിനെ ചതിച്ചവൻ ദേ ഇവിടെ നിൽക്കുന്നു. എന്നെ മുമ്പിൽ വെച്ച് ചതിയിൽപ്പെടുത്തിയ ആള് ദേ നിൽക്കുന്നു. അതെ, ഇയാൾ തന്നെയാണ് അന്ന് എന്നെ ചതിയിൽപ്പെടുത്തിയത്. AM ജ്വല്ലറിയുടെ MD ഈ ഡേവിഡ് അല്ല, നാഗേന്ദ്രനാണ്. അതേ മുത്തശ്ശ, ഇയാൾ തന്നെയാ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത്. തുടർന്ന് നാഗേന്ദ്രൻ കളിച്ച കളികളും അനന്തപുരിയെ തകർക്കാൻ അയാൾ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും ഗ്രീനയുടെ സഹായത്തോടെ തന്നെ അന്ന് ആ ജ്യൂസിൽ ഉറക്കഗുളിക കലർത്തി എന്നെ അവിടെ ഉറക്കിക്കെടുത്തിയതും എല്ലാം ഇയാൾ തന്നെയാണെന്നുള്ള സത്യങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വിളിച്ചു പറയുകയാണ് ആദർശ്. തൊട്ടുപുറകെ തന്നെ അങ്ങോട്ടേക്ക് നന്ദുവും വരുന്നുണ്ടായിരുന്നു. നന്ദു കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സത്യങ്ങളൊക്കെ കേട്ട് മുത്തശ്ശനാകെ തകർന്നുപോയി. ആദർശ് നിരപരാധിയാണെന്നും അവനെ ചതിച്ചതാണെന്നും ഒക്കെ മുത്തശ്ശൻ അങ്ങനെ ബോധ്യമാവുകയാണ്. സത്യം പുറത്തു വന്നതോടെ AM ജ്വല്ലറിയുടെ പതനം അതിവേഗത്തിലായിരുന്നു.
ഉടമസ്ഥനും MD-യും അറസ്റ്റിലായ വിവരങ്ങളൊക്കെ അതിവേഗം തന്നെ വാർത്തയിലൂടെ പ്രചരിച്ചു. ഓഹരി വിപണിയിൽ AM ജ്വല്ലറി നിലംപരിശായി. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ മൂർത്തീസ് ജ്വല്ലറിക്ക് നഷ്ടമായ പ്രതാപമൊക്കെ തിരിച്ചു വീണ്ടെടുക്കുകയാണ് ആദർശ്. തന്റെ ആദർശേട്ടനില്ലാത്ത വീട്ടിൽ താമസിക്കാൻ തനിക്കും ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് ആദർശിനോടൊപ്പം ഗസ്റ്റ് ഹൗസിൽ പോയി താമസിച്ച നയനയും കൂട്ടിക്കൊണ്ട് വിജയശ്രീ ലാളിതനായിട്ട് തന്നെ ആദർശും നയനയും തിരികെ അനന്തപുരിയിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ ചതിയുടെ വേരുകൾ അവിടെയും തീർന്നില്ല. അനന്തപുരിയുടെ പിന്നാമ്പുറത്ത് വീണ്ടും ചതിക്കണികൾ ഒരുക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു അവന്തിക. അവന്തികയും നാഗേന്ദ്രനും തമ്മിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നും അവർ തമ്മിൽ വീണ്ടും ഓരോരോ പ്ലാനുകൾ ചെയ്യുന്നുണ്ടെന്നും ഉള്ളതെല്ലാം നന്ദു ആദർശിനെ അറിയിക്കുകയാണ്. ജലജയും മക്കളും കൂടെ അനന്തപുരി തറവാടിനുണ്ടാക്കിയ നാശനഷ്ടങ്ങൾക്കും ഉണ്ടാക്കിയിട്ടുള്ള മാനക്കേടിനും ചതിക്കും എല്ലാത്തിനും തന്നെ മുത്തശ്ശൻ കടുത്ത ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കുകയാണ്. ഇനി ഈ തറവാട്ടിൽ നിങ്ങളെ കണ്ടുപോകരുത്. എല്ലാ എണ്ണവും ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോണം. എന്റെ തറവാട്ടിലോ സ്വത്തിലോ നിങ്ങൾക്ക് ഒരവകാശം ഉണ്ടായിരിക്കുന്നതല്ല. മുത്തശ്ശന്റെ ആ കൽപ്പനയിൽ ജലജയും അബിയും അവന്തികയും ഒക്കെ തറവാടിന് പുറത്തായി. കഥയിൽ ഏറ്റവും വൈകാരികമായ നിമിഷവും നവ്യ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നതായിരുന്നു. ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള സത്യങ്ങളൊക്കെ നവ്യ ആ നിമിഷത്തിൽ തിരിച്ചറിയുകയാണ്. കുടുംബത്തിന്റെ മാനം കാക്കാനും താളം തെറ്റാതിരിക്കാനും വേണ്ടി ആദർശ് ഈ കുറ്റമെല്ലാം ഏറ്റെടുത്തതാണെന്നും അതിന് നയനമോൾ ആദർശിനെ സഹായിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെ മുത്തശ്ശൻ തന്നെ നവ്യയുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ആദർശിനോടുള്ള കുറ്റബോധവും അബിയോടുള്ള തീരാത്ത പകയും ആളിപ്പടരുകയാണ് നവ്യയുടെ മനസ്സിൽ. തുടർന്ന് അബിയെ ഇല്ലാതാക്കാൻ നോക്കിയ നവ്യയെ ആദർശം നയനയും കൂടെ ചേർന്ന് തടയുകയാണ്. നീ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നിന്റെ കുഞ്ഞിന് തന്നെയാണ് നഷ്ടം. നിന്റെ കുഞ്ഞിന്റെ ഭാവി കൂടി നീ നോക്കേണ്ടേ നവ്യെ. അല്ലെങ്കിൽ തന്നെ ഇതുപോലെ ഒരു ചതിയൻ നിന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് പറയാത്ത തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ തന്നെ ഇതുപോലെ ഒരു ചതിയനെ നിന്റെ കുഞ്ഞിന്റെ അച്ഛനാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവൻ ഇന്ന് തന്നെ ഈ പടിക്ക് പുറത്താകണം. അവനെ പോലൊരു നീചകനായ ചതിയനായ ഒരുത്തനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും എല്ലാവർക്കും അർഹിച്ച ശിക്ഷ തന്നെ മുത്തശ്ശൻ നൽകുകയാണ്. അബിക്കും ജലജയ്ക്കും അവന്തികയ്ക്കുമൊക്കെ അവർ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള ശിക്ഷകൾ തന്നെയാണ് മുത്തശ്ശൻ കൊടുത്തതും. അങ്ങനെ അനന്തപുരി തറവാട്ടിലെ വിഷജന്തുക്കൾ എന്നേക്കുമായിട്ട് അനന്തപുരിയുടെ പടിയിറങ്ങുകയാണ്. അങ്ങനെ പതിയെ പതിയെ എല്ലാവരും പഴയ പോലെ തന്നെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും തന്നെ ജീവിക്കാൻ തുടങ്ങുകയാണ്. നവ്യയുടെ കാര്യത്തിൽ മാത്രമാണ് എല്ലാവരും ആശങ്കാകുലരായത്. ആ സമയത്ത് നവ്യ ഒറ്റയ്ക്കല്ലെന്ന് മുത്തശ്ശൻ നവ്യയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട്. മൂർത്തീസ് ജ്വല്ലറിയിൽ മാന്യമായ ഒരു ജോലിയും ആ തറവാട്ടിൽ എന്നും കഴിയാനുള്ള അവകാശവും അനന്തപത്മനാഭൻ ഈ വീട്ടിലെ കൊച്ചുമോൻ തന്നെയാണെന്നൊക്കെയുള്ള ഉറപ്പ് മുത്തശ്ശൻ നവ്യയ്ക്ക് നൽകുന്നുണ്ടായിരുന്നു. അനന്തപുരി തറവാട് അതിന്റെ പഴയ പ്രതാപം വീണ്ടെടുത്തെങ്കിലും കാലം കരുതി വെച്ച ചില പുതിയ വെല്ലുവിളികൾ ആദർശിനെയും കുടുംബത്തെയും വേട്ടയാടിക്കൊണ്ടേയിരുന്നു. പതിയെ മുത്തശ്ശൻ സ്വത്തുക്കളെല്ലാം കൃത്യമായി അർഹതപ്പെട്ടവരിലേക്ക് വീതിച്ചപ്പോഴേക്കും പുറത്താക്കപ്പെട്ട നാഗേന്ദ്രനും ജലജയും ഒക്കെ പ്രതികാരത്തിന്റെ കനൽ അണഞ്ഞിരുന്നില്ല. ജയിലിൽ നിന്നും പരോളിനിറങ്ങിയ നാഗേന്ദ്രൻ ഇത്തവണ നേരിട്ടുള്ള പോരാട്ടത്തിനല്ല മുതിർന്നത്. അയാൾ വീണ്ടും ഇവരുടെ ബിസിനസ് തകർക്കാനുള്ള ലക്ഷ്യവുമായിട്ട് തന്നെയാണ് പുറത്തിറങ്ങുന്നതും. അങ്ങനെ എന്ത് വില കൊടുത്തും അനന്തപുരിയെയും മൂർത്തീസ് ജ്വല്ലറിയൊക്കെ തകർക്കാൻ തന്നെയാണ് നാഗേന്ദ്രൻ വീണ്ടും ശ്രമിക്കുന്നത്. ഇപ്പോൾ ആദർശിന് വലിയൊരു വീഴ്ച സംഭവിച്ചുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് മൂർത്തീസ് ജ്വല്ലറിയോ അനന്തപുരിയോ തകർക്കാൻ ആര് ശ്രമിച്ചാലും അവിടെയൊക്കെ ഒന്നും കൂടെ ഇരുത്തി ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ആദർശ് ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് തന്നെ. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിക്ക് വെല്ലുവിളിയായി നിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും തന്നെ ആദർശും നന്ദുവും കിരണും നയനയും ഒത്തുചേർന്നോണ്ട് തന്നെ ഇല്ലാതാക്കുകയാണ്. അങ്ങനെ കളങ്കമില്ലാത്ത സ്നേഹം കൊണ്ട് അനന്തപുരി തറവാടിൽ ഏറെ നാൾ സന്തോഷത്തോടെ മുന്നോട്ട് നിന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും ഒടുവിൽ മക്കളെയും കൊച്ചുമക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അനന്തപുരി സന്തോഷങ്ങളിലേക്കും ഉയരങ്ങളിലേക്കും കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ്.